നമ്മൾ പിന്നെ ഈ സാധനം എല്ലാം ഏകദേശം വെന്തിട്ടുണ്ട്. അറിയാം. ഹലോ ഗൈസ്, കോബ്ര ലൈൻ ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നേരെ വളവള നിലയ്ക്കുന്നില്ല, ബാക്കി വിശേഷങ്ങളെല്ലാം സൈറ്റിൽ പോയിട്ട് കം ഓൺ. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ വെറൈറ്റി രീതിയിൽ ചിക്കൻ ഫ്രൈഡ് റൈസാണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ തിരുവനന്തപുരം സ്റ്റൈലിൽ നമ്മളിന്ന് അത് ഉണ്ടാക്കി നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരും. ആദ്യം ഇറച്ചിയാണ് കുക്ക് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇറച്ചി ഇത് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിത് ഏകദേശം ഒരു 2 കിലോ സൈസുള്ളൊരു കോഴിയാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ വേസ്റ്റ് എല്ലാം പോയതിന് ശേഷം ഇതിലിപ്പോൾ ഒരു 100-200 കാണും ഇറച്ചി. മഞ്ഞപ്പൊടി, പാകത്തിന് ഉപ്പ്. അപ്പോൾ നമുക്കിത് ആവശ്യം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോഴേ ഈ ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇതിൽ നല്ല രീതിയിലൊന്ന് പിടിക്കണം. കാരണം നമ്മളൊരു വെറൈറ്റി രീതിയിലാണ് ഇറച്ചി വെച്ചെടുക്കുന്നത് നമ്മുടെ ഈ ഫ്രൈഡ് റൈസിന് വേണ്ടി. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മളൊരു 10 മിനിറ്റ് വെച്ചിക്കണം. ഗൈസ്, അപ്പോൾ നമ്മളിതാ ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള എണ്ണ ഇതാ വീത്തുകയാണ്. എണ്ണ ഇത് വീത്തിയിട്ടുണ്ട്. ഏകദേശം 250 എണ്ണ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. ഗൈസ്, അപ്പോൾ ഇറച്ചി നമ്മളിതാ എണ്ണയിലിടുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നല്ലൊരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ ഈ ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള ചിക്കൻ ഈ പാകം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നല്ലൊരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇറച്ചി ചെയ്ത എണ്ണയിലോട്ട് ഇട്ടിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊരു ഉറച്ച് വരണം നല്ല രീതിയിൽ, എന്നാലേ അതിനൊരു ടേസ്റ്റും. അല്ലെങ്കിൽ ഇത് വെള്ളക്കോഴിയാണ്, അപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഉറച്ച് വരണ പരുവമാകുമ്പോഴും നമുക്ക് ഈ ഇറച്ചിയെ കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ബാലൻസ് ഉള്ള എണ്ണയിൽ തന്നെ ബാക്കി ഉള്ളിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഗൈസ്, അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലിയ ഉരുളിയിൽ നിന്ന് എണ്ണ മാറ്റി നമ്മൾ ചെറിയൊരു ചട്ടിയിലോട്ട് ചീനിച്ചട്ടിയിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇത് പിന്നെ ഇപ്പോൾ ആദ്യം നമ്മൾ ഈ ഉള്ളിയെ വറുത്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയാണ്. ഫ്രൈഡ് റൈസിന് വേണ്ടി അതിനെ ഉള്ളിയെ വറുത്ത് ഒരു ചെറിയൊരു കളർ മാറ്റം, ഒന്ന് ഇളം തവിട്ട് കളറാക്കി നമ്മളതിനെ മാറ്റി വയ്ക്കും. എന്നിട്ട് ബാലൻസ് വരുന്ന എണ്ണയും കുറച്ച് എണ്ണയും കൂടെ വീത്തി നമ്മൾ ഇറച്ചിക്കുള്ള ഉള്ളിയെ വേവിച്ചെടുക്കും. അപ്പോൾ ഇതിൽ കിടന്ന് ഉള്ളി നല്ല രീതിയിൽ വെന്ത് ഒരു തവിട്ട് കളറായി വരണം. ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള ഉള്ളി ഏകദേശം ആയിട്ടുണ്ട്. ഈ കണ്ടീഷനിൽ കിട്ടിയാലേ അതിന് നമുക്കൊരു വെറൈറ്റി, ഒരു ഭംഗി കിട്ടുകയുള്ളൂ. ഒരു വെറൈറ്റി ടേസ്റ്റും കിട്ടുകയുള്ളൂ. കടുക് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇവൻ നല്ല രീതിയിലൊന്ന് പൊട്ടി. അതാ എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. കരിവേപ്പിലായി, ഉള്ളി,
ഗൈസ് അപ്പോൾ നമ്മളെ ഈ ഉള്ളി ഒരു അര വേവ് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഒരു നല്ലൊരു പരുവായിട്ട് നമുക്ക് കിട്ടും. കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇവന്മാർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നല്ല രീതിയിൽ വെന്ത് നല്ല രീതിയിലൊരു കുഴമ്പ് പരുവത്തിൽ നമ്മളാക്കിയെടുക്കുക. എന്നിട്ട് ഈ ഇറച്ചിയായിട്ട് നമ്മളിതിനെ മിക്സ് ചെയ്യുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, തൊണ്ടമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സിയിൽ കുഴമ്പ് പരുവത്തിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇവനെ നമുക്ക് അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളം വീത്തി കൊടുക്കുകയാണ്. ഇത് വെള്ളം വീത്തി കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു കുഴമ്പ് പരുവത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടേസ്റ്റും നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ആ ഒരു കറി ഇതിൽ കിട്ടുകയുള്ളൂ. കാരണം ഉള്ളി കുറവല്ലേ. ഇതിന് ഇരുന്ന് വെള്ളം വറ്റി ഏകദേശം നല്ലൊരു കുഴമ്പ് പരുവത്തിൽ നമ്മളാവും. ഇപ്പോൾ മുളക് പൊടി ആഡ് ചെയ്യുകയാണേ. നമ്മളിതിൽ ഉപയോഗിക്കുന്ന മുളക് പൊടി എന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലിയാണ്. അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എരിയും നല്ല കളറും കിട്ടും. അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ ഈ കടയിലൊക്കെ ആഡ് ചെയ്യുന്നത് പോലെ ഈ വേറെ കളറൊന്നും ചേർക്കുന്നില്ല. ഇതിനാകുമ്പോൾ നമുക്ക് കണക്കിനുള്ള ഒരു എരിയേ കിട്ടുള്ളൂ. മല്ലിപ്പൊടിയേ പാകത്തിന് മല്ലിപ്പൊടി. അപ്പോൾ നല്ല നെയ്യെല്ലാം അതിൻ്റെ മുകളിൽ ഊറി വരുന്നത് കണ്ട അതിലുള്ള എണ്ണ. എൻ്റെ പൊന്നെ കണ്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റണില്ല. എൻ്റെ ഉള്ളിയെല്ലാം ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ മല്ലിയില, പുതിന ഇല, രമ്പ ഇല ഇതൊക്കെ ചേർത്താൽ നമുക്കൊരു മണവും അതിനനുസരിച്ചുള്ള ഒരു ടേസ്റ്റും കിട്ടുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഒരു വെറൈറ്റി രീതിയിലല്ലേ നമ്മളിവിടെ തിരുവനന്തപുരം സ്റ്റൈലിലാണ് നമ്മളിപ്പോൾ ഇറച്ചി വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളത് വെച്ച് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇറച്ചിക്ക് വേണ്ട ഗ്രേവി നമ്മളതിനെ പാകം ചെയ്ത് അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് കുറച്ചുകൂടെ വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വന്നു. അതിൽ കൊള്ളൂല, ചെറിയ ചട്ടി ആയതുകൊണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം വീത്തി ഇതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിൽ തട്ടണം. തട്ടിയതിന് ശേഷം ഇറച്ചി അതിൽ ഇട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി പാകമായി. അപ്പോൾ നമ്മൾ ഈ ഗ്രേവിയിലോട്ട് നമ്മളിപ്പോൾ വേഗിച്ച് വെച്ചിരുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ ആവശ്യമുള്ള മസാല ചേർക്കുകയാണ്. ഫൈനൽ സ്റ്റേജ്. നമ്മൾ മസാല എല്ലാം പൊടിച്ച് വെച്ച് മിക്സിയിൽ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടി പാകം ചെയ്ത ചിക്കൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ അവനെ നമുക്കിനി അടച്ചങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ ഇതാ നെയ്യ് ഒഴിക്കാൻ പോവുകയാണ്. നെയ്യാണ് ഇപ്പോൾ നമ്മൾ നെയ്യിലാണ് മെയിനായിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള നെയ്യിൽ അണ്ടിപ്പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പുക കാരണം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ.
അണ്ടിപ്പരിപ്പും നമ്മുടെ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ബീൻസ് പിന്നെ ക്യാരറ്റ് അരിഞ്ഞു വെച്ചതെല്ലാം കൂടെ എണ്ണയിലിട്ടൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇവ ഒരു 5 മിനിറ്റ് ഇതിൽ കിടന്ന് വേവണം. ഇതാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് നിശ്ചയിക്കുന്ന മെയിനായിട്ടുള്ള സാധനം. എല്ലാം ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ റൈസ് അരി തട്ടാനായിട്ട് അരി വേകാനായിട്ടുള്ള വെള്ളം നമുക്കിതിൽ വീത്തി കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി തട്ടി കൊടുക്കും ഇതിൽ. റൈസ് അപ്പോൾ നമ്മുടെ വെള്ളം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ടേ. അപ്പോൾ അരി തട്ടാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ അരിയും തട്ടി. അപ്പോൾ ഇനി ഇവനെ ഒരു 15 മിനിറ്റ് നല്ല രീതിയിൽ തീ കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഒരു അര വേവ് കഴിഞ്ഞാൽ തീരെ അളവ് കുറയ്ക്കണം. ഒരു സമയമാകുമ്പോൾ തീ ഓഫ് ചെയ്ത് ഇതിനടുത്ത് മാറ്റി വെച്ച് ആ വെള്ളത്തിലിരുന്ന് അരി വെന്ത് വരണം. മനസ്സിലായ? അടുപ്പിൽ വെക്കല് മാറ്റി വെക്കണം. പുറത്തെടുത്ത് നമ്മൾ വെക്കുമ്പോൾ ആ ചൂടിലിരുന്ന് തന്നെ അരി വേവും. അല്ലെങ്കിൽ ഇതൊരു പായസ പരുവത്തിൽ കുഴമ്പ് പരുവം പോലെ ആയിപ്പോവും. നമ്മുടെ സാധാരണ കഞ്ഞി വെക്കുന്ന അരി പോലെ അല്ല ഇത്. ഗൈസ് അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ടേ. ഇപ്പോൾ നമ്മളിപ്പോൾ ചേർക്കുന്നത് ചെറുപ്പഴം. നമുക്കിതിൽ വേണമെങ്കിൽ ഇനി എസൻസുകൾ ചേർക്കാം. പക്ഷേ നമ്മൾ വലിയ ഈ ചിക്കൻ കഴിക്കുന്നത് കൊണ്ട് വലിയ എസൻസ് ഒന്നും അതിൽ ചേർത്തിട്ടില്ല. പോരാഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണി അല്ല നമ്മൾ ഉദ്ദേശിച്ച ഫ്രൈഡ് റൈസ് ആണ് ഉദ്ദേശിച്ചത്. നമുക്കിനി ഇവനെ കൂടെ നമ്മുടെ ബിരിയാണിയിൽ ചേർത്ത് കൊടുക്കണം. ഇവനെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വഴറ്റി വെച്ചില്ലേ ഈ ഫ്രൈഡ് റൈസിന് വേണ്ടി ചേർക്കുക. ഉള്ളി ഈ കളറിൽ വെന്ത് വരണം. വെന്ത് ആദ്യമേ നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ ഇവനെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി പിന്നെ ഓക്കെ ആയി. തോള് അതിൻ്റെ ഒരു ഇത് കണ്ട ഗൈസ്, ഏത് കണ്ട അതിൻ്റെ ഒരു ആ ഒരു ഭംഗിയാവും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മോനെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ഫ്രൈഡ് റൈസും ചിക്കനും ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ടേസ്റ്റ് ചെയ്യുവാണേ ഗൈസ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇറച്ചിയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ചൂടേ ചിക്കനൊക്കെ കണ്ട എൻ്റെ മോനെ ഗൈസ്. അപ്പോൾ ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇത് ഒരു വെള്ളക്കോടിയാണ്. അപ്പോൾ കിളുകിള ഉടഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഫ്രൈ ചെയ്ത് എടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇത് നല്ല രീതിയിലൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഫ്രൈഡ് റൈസിന് നമുക്ക് അങ്ങനെ കഴിച്ചാലേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. കണ്ടോ പൊളിച്ച്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ഉദ്ദേശിച്ച വീഡിയോ ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്തായാലും എനിക്കിഷ്ടപ്പെട്ട് ഫ്രൈഡ് റൈസും നമ്മൾ കറിയായിട്ട് വെക്കുന്നത് ഇങ്ങനെയാണ് ഫ്രൈഡ് റൈസിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.